ലോകമാകെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച കാലം നമുക്ക് മറക്കാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മരണങ്ങൾ, പലതരം രോഗങ്ങൾ എല്ലാം നമ്മളെ ആകെ നടുക്കിയിരുന്നു. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകൾ എടുക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്തതും ക്യൂ നിന്ന് വാക്സിൻ എടുത്തതും നമ്മൾ ഓർക്കുന്നുണ്ടാകും. എന്നാൽ അന്ന് നമ്മളെടുത്ത കോവിഡ് പ്രതിരോധ വാക്സിനുകളിൽ ചിലത് മനുഷ്യരുടെ മരണത്തിനും കാരണമാവുന്നുണ്ടെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നതെന്ന് സുപ്രീം കോടതി പറയുന്നു. സർക്കാരിന് ഒരിക്കലും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നായിരുന്നു കോടതി വിധി. മലയാളിയായ ജി വേണുഗോപാലൻ്റെയും ഹൈദരാബാദുകാരിയായ രചന ഗംഗുവയുടെയും നിയമ പോരാട്ടത്തിനൊടുവിലായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായക വിധി. രണ്ടുപേർക്കും വാക്സിൻ എടുത്തത് മൂലമുണ്ടായ പാർശ്വഫലങ്ങളിലൂടെ അവരുടെ മക്കളെ നഷ്ടപ്പെടുകയായിരുന്നു. അഡീനോ വൈറസ് വെക്ടർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വാക്സിനുകൾ VITT എന്ന രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമായേക്കാമെന്നും അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും ഒരു കൂട്ടം ഗവേഷകർ കണ്ടെത്തിയത് സമീപകാലത്തായിരുന്നു. ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട കോവിഷീൽഡ് എന്ന വാക്സിൻ അഡിനോ വൈറസ് വെക്ടർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. കോവിഷീൽഡിനെ ചുറ്റിപ്പറ്റിയുള്ള ചില നിർണായക കണ്ടെത്തലുകളും സുപ്രീം കോടതി നടത്തിയ വിധിയുമാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. വിശദമായി പരിശോധിക്കാം. കോവിഡ് കാലത്ത് വാക്സിൻ എടുക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. യാത്ര ചെയ്യാനും പൊതുയിടങ്ങളിൽ ഇടപെടാനും വാക്സിൻ എടുക്കൽ നിർബന്ധമായിരുന്നു നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് കോവിഷീൽഡോ അല്ലെങ്കിൽ കോവാക്സിനോ എടുത്തവരാവും നമ്മളിൽ ഏറെക്കുറെ പേരും. ദീർഘകാലമായി ഇതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചകൾക്ക് ചൂടുപിടിച്ചത് 2023-24 കാലഘട്ടത്തിലായിരുന്നു. ജാമി സ്കോട്ട് എന്ന ബ്രിട്ടീഷ് യുവാവിന് അതിൽ നിർണായക പങ്കുണ്ട്. 2021 ഏപ്രിലിൽ ആസ്ട്രസെനക്ക കമ്പനിയുടെ കോവിഡ് വാക്സിൻ എടുത്ത ശേഷം സ്കോട്ടിന് രക്തം കട്ടപിടിക്കുകയും അതിലൂടെ അതിശക്തമായ ബ്രെയിൻ ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്നായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് കോടതിയിൽ ലോ സൂട്ട് ഫയൽ ചെയ്യുന്നത്. വാക്സിൻ എടുത്തത് മൂലം ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമാന കാലഘട്ടത്തിൽ 50-ലേറെ ആളുകൾ സൂട്ട് ഫയൽ ചെയ്തിരുന്നു. 100 മില്യൺ പൗണ്ടിലേറെ തുകയായിരുന്നു എല്ലാവരും ചേർന്ന് കമ്പനിയോട് ആവശ്യപ്പെട്ട ആകെ കോമ്പൻസേഷൻ തുക. പരാതികൾ കോടതിയിൽ എത്തിയതോടെ ആസ്ട്രസെനക്ക കമ്പനിക്ക് ഔദ്യോഗിക മറുപടി നൽകേണ്ടി വന്നു. യാതൊരു പാർശ്വഫലങ്ങൾക്കും സാധ്യതയില്ലെന്ന് ആദ്യഘട്ടത്തിൽ മറുപടി നൽകിയ അതേ കമ്പനി തന്നെ പിന്നീട് തിരുത്തി പറഞ്ഞു. വളരെ അപൂർവമായി VITT എന്ന് പറയുന്ന രക്തം കട്ടപിടിക്കുന്ന അവസ്ഥക്ക് വാക്സിൻ കാരണമായേക്കാം. സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയ രചനയുടെ മകൾ ഋതിക ഒമ്രി മരിച്ചതും VITT അഥവാ വാക്സിൻ ഇൻഡ്യൂസ്ഡ് ഇമ്മ്യൂൺ ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപീനിയ എന്ന അസുഖം ബാധിച്ചായിരുന്നു. അപ്പോഴും ഒന്നെടുത്തു പറയേണ്ടതുണ്ട്. വാക്സിൻ എടുത്തവർക്ക് പാർശ്വഫലമായി VITT ഉണ്ടാവാനുള്ള സാധ്യത 1 ദശലക്ഷം ആളുകളിൽ 3 മുതൽ 10 പേർക്ക് വരെ എന്ന നിരക്കിൽ മാത്രമാണ്. വളരെ അപൂർവം എന്ന് തന്നെ പറയാം. മാത്രമല്ല, വാക്സിൻ കാരണം കോടാനുകോടി മനുഷ്യരുടെ ജീവൻ കോവിഡ് മഹാമാരി ഹനിച്ചെടുക്കുന്നതിൽ നിന്നും സംരക്ഷിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. രോഗം അതിരൂക്ഷമായി ബാധിക്കുന്ന ആ സമയത്ത് ദീർഘകാലാടിസ്ഥാനത്തിൽ വാക്സിനുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ പോലുമുള്ള സമയമുണ്ടായിരുന്നില്ല. ആസ്ട്രസെനക്ക കമ്പനിക്ക് വാക്സിനിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആദ്യമേ അറിവുണ്ടായിരുന്നോ എന്നതും വ്യക്തമല്ല. ഔദ്യോഗികമായി അതവർ വെളിപ്പെടുത്തിയിട്ടുമില്ല. ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിച്ച കോവിഷീൽഡ് എന്ന വാക്സിൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ചത് ആസ്ട്രസെനക്ക കമ്പനിയുടെ അഡീനോ വൈറസ് വെക്ടർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ കോവിഷീൽഡ് ഉപയോഗിച്ചവർക്ക് VITT ഉണ്ടാവുന്നത് വാക്സിനിൻ്റെ പാർശ്വഫലം എന്ന് പറഞ്ഞ് ഒരിക്കലും തള്ളിക്കളയാനാവില്ല. ആസ്ട്രാസെനക്കയുടെ വാക്സിനിൻ്റെ മാത്രം കാര്യമല്ല ഇത്. ജോൺസൺ ആൻഡ് ജോൺസണിൻ്റെ കോവിഡ് വാക്സിനും സമാന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. പ്രസ്തുത വാക്സിൻ എടുത്തവർക്കും VITT രോഗമുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ഗവേഷകർ നേരത്തെ കണ്ടെത്തിയിരുന്നു. VITT എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിനാണ് ശാസ്ത്രലോകം ഇപ്പോൾ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. ചില മനുഷ്യരിൽ വാക്സിനിലെ അഡിനോ വൈറസ് ഘടകങ്ങൾ PF4 എന്ന രക്തം കട്ടപിടിപ്പിക്കുന്നതിനെ തടയുന്ന പ്രോട്ടീനെതിരെ പ്രതിരോധം തീർക്കുന്നതാണ് VITT ഉണ്ടാവാനുള്ള കാരണമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഈ കണ്ടെത്തലും സുപ്രീം കോടതിയുടെ വിധിയും ഒരുമിച്ച് വന്നത് തികച്ചും യാദൃശ്ചികമാണെങ്കിലും ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. വാക്സിൻ മൂലം പാർശ്വഫലങ്ങൾ നേരിട്ടവർക്ക് വേണ്ടി നോ ഫോൾട്ട് കോമ്പൻസേഷൻ പോളിസി അഥവാ സർക്കാരിൻ്റെ ഭാഗത്ത് അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ടെന്ന് സ്ഥിരപ്പെടുത്താതെ തന്നെ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി സ്വീകരിക്കാനായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. വാക്സിനിന്റെ പാർശ്വഫലമായി മരണം വരെ സംഭവിച്ചിട്ടുണ്ടെന്ന് സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ സ്ഥിരീകരിക്കുമ്പോൾ സർക്കാരിന് ഒരിക്കലും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും കോടതി അടിവരയിട്ടു.
സെൻട്രൽ ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷന്റെയും വിദഗ്ധ കമ്മിറ്റിയുടെയും കൃത്യമായ പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമാണ് കോവിഷീൽഡിന് അനുമതി നൽകിയത് എന്ന് തന്നെയായിരുന്നു കോടതിയിൽ സർക്കാരിന്റെ മറുപടി. മാത്രമല്ല VITT ഇന്ത്യയിൽ സംഭവിച്ചത് വളരെ ചുരുക്കം പേരിൽ മാത്രമാണെന്നുമായിരുന്നു സർക്കാരിന്റെ പക്ഷം. കോവിഡ് കാലം ഒരു യുദ്ധമുഖമായിരുന്നു. വാക്സിനുകളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ അപ്പോൾ മതിയായ സമയമുണ്ടായിരുന്നില്ല. കോടാനുകോടി മനുഷ്യരെ കോവിഡിൽ നിന്നും രക്ഷിക്കാൻ ഈ വാക്സിനുകൾക്ക് തീർച്ചയായും സാധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. VITT ബാധിക്കാനുള്ള സാധ്യത 1 ദശലക്ഷത്തിൽ വെറും 3 മുതൽ 10 പേർക്ക് മാത്രമാണ്. അത് വളരെ കുറഞ്ഞ സംഖ്യയാണെങ്കിലും ഈ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഗവൺമെന്റിന് അറിവുണ്ടായിരുന്നോ എന്ന ചോദ്യം അപ്പോഴും നിർണായകമാണ്. കൃത്യമായ പരിശോധനകൾക്കു ശേഷം മാത്രമാണ് അനുമതി നൽകിയതെന്ന് സർക്കാർ കോടതിയിൽ ആവർത്തിച്ചു പറയുമ്പോൾ അത് തീർച്ചയായും വിശ്വസിക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയുടെ വിധിയും അതിലേക്ക് തന്നെയാണ് നമ്മളെ വഴി നടത്തുന്നത്.